യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഇനി എൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. ഇവിടെ പൗലോസ് എപ്പോഴും പറയുന്നത് എന്തുവാ? പൗലോസ് എന്തുവാ എഴുതിയിരിക്കുന്നത്? പൗലോസ് പറയുന്നത് ഫൂളിഷ്നെസ്സാ. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല കൊരിന്ത്യ ലേഖനത്തിൽ നമ്മളിത് വായിക്കുന്നത്. എത്രാമത്തെ പ്രാവശ്യമാണ്? പൗലോസ് ഉപദേശിക്കുമ്പോൾ എന്തുവാ പറയുന്നത്? ആത്മാവല്ല, പൗലോസിന് നിശ്ചയമുണ്ട്. പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ച് വെക്കാതെ അത് പറഞ്ഞിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടുത്ത് എനിക്ക് കൊരിന്തിലോട്ട് വിളിച്ചില്ലെങ്കിലും പൗലോസിന് എന്നാ നഷ്ടം? പൗലോസിന് ലോകം മുഴുവൻ വിസ്തരിച്ച് കിടക്കുമല്ലേ, കർത്താവ് അടുത്തടുത്ത ദേശത്തോട്ട് അയച്ചുകൊണ്ടിരിക്കുമല്ലേ. ഈ ജോലി ചെയ്ത് തികച്ചില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ താൻ കുറവുള്ളവനായി നിൽക്കേണ്ട വരും, ലജ്ജിതനായി പോകേണ്ട വരും, തല കുനിച്ച് നിൽക്കേണ്ട വരും. അതിനെന്തുമായാലും ഒരു അവസരം ആരുണ്ടാക്കത്തില്ല. അത് പൗലോസിൻ്റെ ഒരു 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 പ്രതിഷ്ഠയാണ്, ഒരു തീരുമാനമാണ്, തൻ്റെ ഒരു ദർശനമാണ്, തൻ്റെ ഒരു ഡെഡിക്കേഷനാണ്, അതിനുള്ള അനുസരണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഈ പോഷത്വം. നിങ്ങളങ്ങ് പൊറുക്ക്, നിങ്ങളങ്ങ് ക്ഷമിക്കും. അപ്പം എന്തോ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വേഴ്സും നമ്മൾ ചില വേഴ്സ് മനസ്സിലാകാതെ നമ്മൾ അത് മാത്രം ഇതങ്ങോട്ട് എടുത്ത് വായിച്ചാൽ പൗലോസ് പറഞ്ഞ പോഷത്വമാണോ എന്നൊക്കെ നമ്മൾ തോന്നിച്ചു പോകും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടല്ലേ പഠിച്ചു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ അധ്യായം 10-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യം എന്തുവാ പറഞ്ഞത്? എന്തുവാ വായിച്ച് നിർത്തിയത്? തന്നെത്താൻ അങ്ങ് പുകഴ്ത്തി, ഞാൻ എന്തോ വലിയ കാര്യമാണ് കർത്താവിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, എന്തോ വലിയ ആത്മീയത എന്ന് പറയുന്നതിനേക്കാൾ ആര് പറയണം? മാർക്കിടേണ്ടത് ആരാ? കർത്താവാണ് ഞാൻ എങ്ങനെയുണ്ട് എന്ന്. സാംസൺ ഇവൻ കൊള്ളാം. അല്ലെങ്കിൽ ഇവിടെ എഴുതിയേക്കുന്ന ലോർഡ് ഹാസ് ടു കമൻറ്റ് അബൌട്ട് യു. നിന്നെപ്പറ്റി കമൻറ്റ് ചെയ്തിട്ടത് ആരാണ്? മനുഷ്യനല്ല, സഭയല്ല, ദൈവമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെപ്പറ്റി, ഓരോരുത്തരെ പറ്റി, എന്നെപ്പറ്റിയും കമൻറ്റ് ചെയ്യേണ്ടത്. ദൈവം പറയണമെങ്കിൽ ഇവൻ കൊള്ളാം. യേശു കർത്താവ് സ്നാനക്കുളത്തിൽ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ആ നദിയിൽ ഇറങ്ങിയപ്പോൾ എന്തുവാ കർത്താവ് പറഞ്ഞ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ ദൈവമാണ്, തന്നെപ്പറ്റി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, താൻ സമ്പൂർണ്ണനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഈ കർത്താവിൻ്റെ ശുശ്രൂഷ മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും താൻ മുൻപനാകേണ്ടതിന്, ആദ്യമാകേണ്ടത്, നമ്മുടെ ഒരു റോൾ മോഡൽ ആകേണ്ടത്. തനിക്ക് സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ സ്നാനത്തിലും അവസാനം പുനർദാനത്തിലും എല്ലാം താൻ ഒന്നാമതായി തീരേണ്ടത്. താൻ ലോകത്തിൽ വന്ന് നമുക്കൊരു മാതൃക, ഇങ്ങനെ പറ്റും. മനുഷ്യനായിട്ടാണ് താൻ വന്നത്, പൂർണ്ണ മനുഷ്യനായിട്ടാണ് താൻ കണ്ണുനീര് വാർത്തതും, വേദന സഹിച്ചതും, വിശപ്പ് സഹിച്ചതും, നിന്ദ സഹിച്ചതും, അപ്പനില്ലാതെ ജനിച്ചവെന്ന് വിളിച്ചപ്പോൾ അത് സഹിച്ചതും എല്ലാം താൻ ദൈവമായിട്ടൊന്നും അല്ല, നമ്മുടെ കൂട്ട് സഹിച്ചതാൽ. അപ്പം നമ്മളെ കൊണ്ട് കഴിയും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, നമ്മളെ കൊണ്ട് കഴിയും. അപ്പം ഇവിടെ നമ്മൾ കണ്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഓ ബിലവഡ് സൺ, ബിലവഡ് ഡോട്ടർ, ഐ എം വെൽ പ്ലീസ്. നിന്നെ ദൈവത്തിന് പൂർണ്ണ പ്രസാദമായി തീരണം. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ ബുദ്ധിഹീനത നിങ്ങൾ എന്ത് ചെയ്യങ്ങ്. എന്തോ ഈ ബുദ്ധിഹീനത താൻ പറഞ്ഞ്? ഈ ഒരു 1-ാം ലേഖനം മുഴുവൻ വായിച്ചു, 2-ാം ലേഖനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ എല്ലാം തനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: നിത്യത, സ്വർഗത്തിലെ ജീവിതം, സ്വർഗീയ ജീവിതം, ഇവിടെ താൽക്കാലിക ഭവനം. ഇവിടെ ഉണ്ടേലും ഇല്ലേലും കുഴപ്പമില്ല. ഉടനെ അവർ പറയാം, പൗലോസിന് അങ്ങനെയൊക്കെ പറയാം, ഞങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? പൗലോസ് വീണ്ടും സഭയെ ഓർപ്പിക്കുക, തിന്നാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ ഇവിടെ ആൾ കളിച്ച്, ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ ബഹുമാനമിട്ട്, ഇവിടെ ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത്, ആൾക്കാർ നമ്മളെ അക്നോളജ് ചെയ്ത്, ഇവിടെ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനും മനുഷ്യൻ നമ്മളെ സ്വീകരിക്കുവാനും ഉള്ളതെല്ലാം കാണിച്ചു കൂട്ടിട്ട് അവസാനം ദൈവം നമ്മളെ സ്വീകരിച്ചില്ലെങ്കിൽ എന്നാ പ്രയോജനം? ഇവിടെ ലോകം മുഴുവനും നീ അങ്ങ് സമ്പാദിച്ചിട്ട് 1000 കോടി, കാര്യം 100 കോടിയൊന്നും വലിയ കാര്യമൊന്നുമല്ല ഇവിടെ എറണാകുളത്ത് പോലും. 1000 കോടി നീ അങ്ങ് സമ്പാദിച്ചിട്ടും നിൻ്റെ ആത്മാവ് നരകത്തിൽ പോയാൽ എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? അതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് കാണാം. ഈ 1-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നെ അങ്ങ് സഹിക്കുക. കാര്യം എപ്പോഴും പൗലോസ് നിത്യജീവിതം, നിത്യത, സ്വർഗത്തിലെ ജീവിതം, കർത്താവുമായിട്ടുള്ള ബന്ധം, അതിങ്ങനെ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജഡത്തിന്, നമ്മുടെ പിള്ളേരോട് നമ്മൾ പറയുന്ന പോലെ രാവിലെ എഴുന്നേക്ക്, കുളിക്കുക, ബ്രഷ് ചെയ്യുക, അത് പറയുമ്പോൾ ഞായറാഴ്ചയാണെന്ന് അറിയത്തില്ലേ, കർത്താവിന് വേണ്ടി നിൽക്കണ്ടേ, രാവിലെ എഴുന്നേക്കണ്ടേ, അല്ലെ സ്കൂളിൽ പോകുന്ന ദിവസമാണ് സ്കൂളിൽ പോകണ്ടേന്ന് അറിയത്തില്ലേ,
വൈകിട്ട് വരുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വെക്കുക, കുളിക്കുക, അടുക്കുക. ചിലർ വളരെ ചുരുക്കം പിള്ളേരെ ഇതൊന്നും ആരും പറയാതെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുന്നത്. അത് ഈ സമയത്തിന് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അനുഭവം ഇത്ര നാളായതുകൊണ്ട് നമ്മളും ചിലപ്പം ചെറുപ്പത്തിൽ ഉഴപ്പായിരുന്നിരിക്കാം, പക്ഷേ അല്ല ഈ കാര്യത്തിലൊക്കെ എങ്കിലും പേരൻസ് ആയതുകൊണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി അവരെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ കൂടെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഡിസിപ്ലിനാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല കള്ളത്തരം പറയല്ല, നല്ല കാര്യങ്ങൾ ചെയ്യും, നല്ലത് പറ, സഹായിക്കുക ആൾക്കാർ. അപ്പം നമ്മൾ നല്ലതാണ് പറയുന്നത്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് എന്തുവാക്കിയിട്ടാണ് തീർന്നത്? അവരറിഞ്ഞോണ്ടറിയാതെ അവരുടെ ജഡം അങ്ങ് എന്തുവാ ചെയ്യുന്നത്? റിബലായി പോകും. അത് ഇങ്ങനെ തന്നെ ഇവിടെ പൗലോസ് സ്വർഗീയ കാര്യം, സ്വർഗത്തിലെ കാര്യം, സ്വർഗീയ കാര്യം, സ്വർഗീയ നിത്യത ഈ 1-ാം ലേഖനം മുഴുവൻ പറയുമ്പോൾ അവരെന്തോ പറയുന്നത്? പൗലോസിന് പോഷത്വമാണ് പറയുന്നത്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ജഡത്തിന് പലപ്പോഴും ഇത്രയും ആയിട്ട് പോലും 2 കൊരിന്ത്യൻ്റെ അവസാനം എത്തിയിട്ടും. അതുകൊണ്ട് പൗലോസ് ഇവിടെ എഴുതിയേക്കുന്ന ബെയർ വിത്ത് മീ ഇഫ് ഐ എം സെയിങ് എനി ഫൂളിഷ്നെസ് എന്ത് ചെയ്യണം? നിങ്ങളങ്ങ് സഹിക്കുക. എനിക്ക് പക്ഷേ ഇതേ പറയാനുള്ളൂ, നിങ്ങൾക്കത് പോഷത്വമായിരിക്കും. ബൈബിൾ പറഞ്ഞല്ലോ, ഈ ക്രൂശിൻ്റെ വചനം ലജ്ജിച്ചു പോകുന്നവർക്ക് എന്തുവാ? പക്ഷേ രക്ഷ പ്രാപിക്കുന്നവർക്കോ ഇത് ദൈവശക്തിയാണ്, ഇത് ജീവനാണ്. നശിച്ചു പോകുന്നവർക്ക് ഇതെന്തുവാ? പോഷത്വമാണ്. അതുകൊണ്ട് ഈ പോഷത്വം എന്ത് ചെയ്യണം? നിങ്ങളങ്ങ് നമ്മൾ സത്യമല്ലേ നമ്മുടെ ജഡത്തിന്, ഇപ്പം ഞാനും നിങ്ങളും എൻ്റെയും കൂടി ചേർത്ത് നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമ്മളാരും ദൂതന്മാരൊന്നും അല്ലല്ലോ, സ്വർഗീയ ശരീരവും അല്ലല്ലോ, ജഡത്തിലെ ശരീരം. ഈ ലോകത്തിൻ്റെ കാര്യം പറയാൻ ഇത് കഴിയുമ്പോൾ ഓരോരുത്തരുടെ പ്രബോധനത്തിൻ്റെ സമയമൊക്കെ കേൾക്കുമ്പോൾ നോക്കിക്കോണം. ഓരോരുത്തർ നമ്മുടെ ഈ ഇതിൻ്റെ അകത്തേക്കുള്ള പാസ് ഇങ്ങനെ റിലേ ചെയ്യുന്ന പോലെ പാസ് ചെയ്തും കൊടുക്കും. അടുത്ത ആൾ ഞാൻ അവരില്ല. ഇങ്ങനെ ഈ ഒരാഴ്ച മുഴുവൻ ഇരുന്നിട്ട് ഒരു വാക്യം എഴുന്നേറ്റ് ദൈവസന്ധിയിൽ പറയാം, നമുക്കെല്ലാവർക്കും പറയാം. വേണേ നമുക്ക് എന്ത് ചെയ്യാം? ദൈവസന്ധിയിൽ അതിനുവേണ്ടി സമയം വേർതിരിക്കാം. വലിയ പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല, നമുക്ക് ഒരു വാക്യം പറയാം. നമ്മളെ സന്തോഷിപ്പിച്ച ഒരു വാക്യം ദൈവസന്ധിയിൽ പറയാൻ നമുക്കെല്ലാവർക്കും പറ്റും, ഇല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ദൈവിക എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പ്രാർത്ഥിക്കുവാനൊക്കെ നമുക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്. ബൈബിൾ എന്തോ പറഞ്ഞത്? വേണ്ടതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. വേണ്ടതുപോലെ ബൈബിൾ വായിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കുറേയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേയൊക്കെ ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ പ്രാർത്ഥന പോലും അറിയാൻ നമ്മുടെയൊക്കെ ആവശ്യങ്ങളായി പോവാം. വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്ന എന്തുവാ? ആത്മാവിൽ പോരാടുവാനും ഓരോരുത്തരുടെ വിഷയങ്ങൾ അവരെ ബന്ധിച്ചിരിക്കുന്ന പിശാചിനോട് പോരാടി അവരെ കർത്താവൻ സന്ധിയിൽ, ഇതൊന്നും വേണ്ട പോലെ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അതിന് ടെക്നിക്കൽ കഴിവായിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, ഈ ഡ്രസ്സിൻ്റെ വിഷയം, ആണുങ്ങളോട് വേറെ പറയണം, പെണ്ണുങ്ങളോട് വേറെ പറയണം. കാര്യം 2 പേർക്കും 2 ഇൻട്രസ്റ്റ് ആണല്ലോ. അതിന് എന്തു രാഷ്ട്രീയമായിക്കോട്ടെ, അതിന് ആരെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ, എന്തൊരു ഇൻട്രസ്റ്റാണെന്നറിയാം. അത് പെട്ടെന്ന് ഒരു ആത്മീയ വിഷയത്തിലേക്ക് കടക്കുമ്പോഴോ നമ്മുടെ ജഡത്തിന് ഉടനെ എന്ത് ചെയ്യും? കൊട്ടുവരും. ജഡത്തിനാണ് വരുന്നത്. ആത്മാവ് ഒരുക്കമാണ്. ഈ കോട്ടുവ വന്ന ശിഷ്യന്മാരോട് എന്തുവാ പറഞ്ഞത്? ഉറങ്ങിയ ശിഷ്യന്മാരോട് എന്തുവാ പറഞ്ഞത്? ആത്മാവ് ഒരുക്കമാണ്. ജഡത്തിന് ആത്മീയ കാര്യം കേൾക്കാൻ വെറുതെ പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കാൻ സ്വത്തം ആ പ്രാർത്ഥനയല്ല കർത്താവ് പറഞ്ഞത്. ലോകത്തിൻ്റെ മുഴുവനും പാപഭാരം വഹിക്കുന്ന കുഞ്ഞാട് ആക്കി തീർന്നിരിക്കുക പിതാവിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിൽക്കണം. ഒരു രക്ഷയില്ല. നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആ വില കൊടുത്താലേ പറ്റൂ, അതും പൂർണ്ണ മനുഷ്യനായിട്ട്. എൻ്റെ കൂടെ ഒന്ന് ഈ ഭാരം ഒന്ന് ചുമക്കുക. നിങ്ങളും ഈ കാര്യങ്ങൾ ലോകത്തിൻ്റെ പാപഭാരം ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അവർക്ക് എന്തുവാ? അവരവരുടെ രക്ഷ അവരവർക്ക് വിഷയമുള്ളൂ. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉറക്കം വരുക. അല്ലല്ല, കർത്താവ് എന്തു അഭിഷേകമില്ലാത്തതുകൊണ്ടാണ്. അവർ ആ സമയത്ത് എന്ത് പ്രാപിച്ചില്ല? അഭിഷേകം പ്രാപിച്ചില്ല. ആത്മനിറവ് പ്രാപിച്ചു കഴിഞ്ഞ പത്രോസിൻ്റെ യോഹന്നാൻ്റെ സ്ഥിതി അതായിരുന്നോ? അവരോട് പ്രസംഗിക്കല്ലെന്ന് പറഞ്ഞ അടി കൊടുത്ത് വിട്ടപ്പോൾ അവരെന്തുവാ പറഞ്ഞത്? തുള്ളി ചാടി സന്തോഷിച്ചു കൊണ്ട് കർത്താവിന് വേണ്ടി അടി കൊള്ളാൻ യോഗ്യനാക്കി തീർത്താനായി എന്നെ അതിന് തിരഞ്ഞെടുത്തല്ലോ, സ്തോത്രം. ഈ യേശുവിൻ്റെ നാമത്തിൽ ഇനി മേലി പ്രസംഗിച്ചേക്കല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്ത കവലയിൽ വീണ്ടും ധൈര്യത്തോടുകൂടി ആത്മനിറവ് പ്രാപിച്ചും. അല്ലെങ്കിൽ പിന്നെ എന്തുവാ? ഈ നിറവില്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചവരായിക്കോട്ടെ. പണ്ടത്തെ അഭിഷേകമൊക്കെ അങ്ങ് കുറഞ്ഞു പോയി കാണും. അപ്പം നമുക്കറിയാമല്ലോ, അഭിഷക്തർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇല്ലേ? അവരെല്ലാം വീണ് പോയ എത്ര അഭിഷക്തരാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളത്? അത് വീണ് പോകുന്നത് എപ്പോഴാണ്? അഭിഷക്തർ വീണ് പോകുന്നത് എപ്പോഴാണ്? ആത്മാവിൽ ശൂന്യത, ആത്മാവിൽ വീക്കായി പോകുമ്പോൾ ജഡം അല്ലല്ല. പിന്നെ ആത്മീയ വിഷയത്തിനെ പറഞ്ഞല്ലോ, ലോക വിഷയത്തിൽ സംസാരിക്കുവാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ആത്മീയ കാര്യം നമ്മുടെ നിത്യതയുടെ അത് പിന്നെയുള്ള കാര്യമല്ലേ, ഇപ്പോഴത്തെ കാര്യം നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് നിത്യത നിത്യത നിത്യത
സ്വർഗത്തിൽ കർത്താവുമായിട്ടുള്ള ജീവിതം. അത് പറയുമ്പോൾ തനിക്ക് വട്ടാന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ഭ്രാന്താന്നാ, കുഴപ്പമില്ല, നിങ്ങളത് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വാക്യം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങളെ എന്തു ചെയ്യുന്നു, ഒരു ദൈവിക എരിവോടുകൂടിയാണ് ഞാനിത് പറയുന്നത്, ദേഷ്യത്തോടു കൂടിയല്ല. താൻ ഈ വളരെ കർശനമായിട്ട് പറയുമ്പോൾ, നമ്മൾ ഈ കർശനമായിട്ട് പതുക്കെ പേരൻസ് പറഞ്ഞാൽ ആ പേരൻസിനോട് പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. സ്ട്രിക്റ്റ് ആകുമ്പോൾ, പട്ടാള നിയമം പോലെ ആകുമ്പോൾ പിള്ളേരും എന്തു ചെയ്യും, റിബലാവും. അത് ജഡത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എനിക്കത് അനുസരിക്കാൻ മനസ്സില്ല, അതാണ് ആറ്റിറ്റ്യൂഡ്. അല്ല, താൻ ഓരോ കാര്യങ്ങളും കർശനമായിട്ട് പറയുമ്പോൾ കൊരിന്തിലെ സഭയ്ക്ക് അതനുസരിക്കുവാൻ എന്തില്ല. പക്ഷേ പൗലോസ് പറയുവാ, ഞാൻ ദൈവിക എരിവിനാൽ എന്തു ചെയ്യുന്നു, എരിയുന്നു. ആ എരിവോടുകൂടിയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ താൻ നിമിത്തമാണല്ലോ ഇവിടെ സഭയുണ്ടായത്. അത് കഴിഞ്ഞ് അടുത്ത ദൈവദാസന്മാരെ ആക്കിയിട്ടാണല്ലോ താൻ പോയത്. അപ്പോൾ ഈ ദേശത്തെ സഭ ക്ഷീണമാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവാണ് മറ്റുള്ള സഭയ്ക്കൊക്കെ എഴുതുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയ ആർക്കാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആരെ പറ്റിയായിരുന്നു? കൊരിന്ത്യർ. അതുകൊണ്ടല്ലേ ഒരു കൃപാവരത്തിനും കുറവില്ലാതെ അവരെ അഭിഷേകം ചെയ്തത്. കൃപാവരങ്ങൾ കൊടുക്കുന്നത് കർത്താവാണ്, ദൈവദാസനല്ല, സഭയല്ല. അപ്പോൾ കർത്താവ് അവർക്ക് എത്രയും കൃപാവരങ്ങൾ കൊടുത്തെങ്കിൽ, ആ സഭയ്ക്ക് കൊടുത്തെങ്കിൽ, ആ സഭയെപ്പറ്റി ദൈവത്തിന് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇല്ലേ? അതനുസരിച്ചാണ് 2 വലിയ നീണ്ട ലേഖനം, ഇത്രയും അധ്യായമുള്ള ലേഖനം എഴുതുന്നത് നമുക്കിവിടെ കാണാം. അപ്പം നിങ്ങളെ ദൈവിക എരിവിനാൽ അരിഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നത്. നിങ്ങളെയും നിർമ്മല കന്യകയായിട്ട് കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചതാണ്. ഒരു വിവാഹ ഉറപ്പ് നടന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ സമയത്ത് എന്തുവാ നടന്നത്? വിവാഹ നിശ്ചയം, ഉറപ്പ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഈ പെണ്ണ്, നമ്മൾ മണവാട്ടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അല്ല ആരും അത് പിണങ്ങൊന്നും ചെയ്യില്ല. ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ മണവാട്ടി, ഈ സ്ത്രീ വേറെ പുരുഷനോട് ബന്ധപ്പെടാൻ പോയാലോ, വേറെ ആൾക്കാരുമായിട്ട് അഫെയർ തുടങ്ങിയാലോ എങ്ങനെയായിരിക്കും നിങ്ങൾ പറ? ഒരാളുമായിട്ട് കല്യാണം നിശ്ചയം ചെയ്ത് പെണ്ണ് വേറെ ആൾക്കാരുടെ കൂടെ പോകാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ലോകത്തെ സ്നേഹിക്കല്ലേ, വ്യഭിചാരികളെ, എന്ത് ചെയ്യണം, വ്യഭിചാരിണികളെ, ഇംഗ്ലീഷിൽ 2 എഴുതിയിട്ടുണ്ട്, അഡൽറ്ററർ ആൻഡ് അഡൽറ്ററേഴ്സ്, പ്ലീസ് ഡു നോട്ട് ലവ് ദ വേൾഡ്. അല്ലല്ലേ, ലോകത്തെ സ്നേഹിച്ചാൽ നീ എന്ത് ചെയ്യുന്നു? 1 യോഹന്നാനിലും യാക്കോബിലും എല്ലാം താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, കർത്താവുമായിട്ടുള്ള നിർമ്മല കന്യക, നിർമ്മലത, അത് വിട്ടിട്ട് നീ ലോകത്തെ സ്നേഹിച്ചാൽ, ബൈബിൾ ഭാഷയിൽ ഓർപ്പിച്ചാൽ എങ്ങനെ? നീ വഷളായി പോകുന്നു, മോശമായി പോകുന്നു, ചീത്തയായി പോകുന്നു, നീ വഷളായി പോകുന്നു എന്നല്ല ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ വളരെ സ്നേഹത്തോടുകൂടി പറയുക, ലോകത്തെ സ്നേഹിക്കല്ല, വേറെ ഒന്നിനെയും സ്നേഹിക്കല്ല. ഒന്നിനെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? കർത്താവിനേക്കാൾ കുടുംബത്തെ സ്നേഹിക്കല്ല, മക്കളെ വിഷമമുള്ള കാര്യമാണ്, ആരും പടങ്ങല്ലേ. മക്കളെ സ്നേഹിക്കല്ല, ഭാര്യയെ സ്നേഹിക്കല്ല, ഭർത്താവിനെ സ്നേഹിക്കല്ല, പേരൻസിനെ, കർത്താവിനേക്കാൾ സ്നേഹിക്കല്ലെന്നല്ല ഞാൻ പറയുന്നത്, കർത്താവിനേക്കാൾ. കുടുംബത്തെ സ്നേഹിക്കല്ല, സൊസൈറ്റിയെ സ്നേഹിക്കല്ല, കൂട്ടുകാരെ സ്നേഹിക്കല്ല, ജോലിയെ സ്നേഹിക്കല്ല, ബിസിനസ്സിനെ സ്നേഹിക്കല്ല, കർത്താവിനേക്കാൾ ഒന്നിനെയും സ്നേഹിക്കില്ല. അതിനൊക്കെയുള്ള പ്രാധാന്യത എന്തുവാ? എക്സിസ്റ്റൻസ്. മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്ന അന്നല്ല, ഒരു കുടുംബം വേണം, അത്രയേ ഉള്ളൂ. മനുഷ്യന് കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ജോലി വേണം. താമസിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ഥലം വേണം. അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ പ്രാധാന്യത. പക്ഷേ യേശുവുമായിട്ടുള്ള ബന്ധമോ അല്ലല്ലേ. അപ്പോൾ ആ ഉറപ്പ് കഴിഞ്ഞ് അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ ഞാനൊരു നിർമ്മല കന്യകയായിട്ട്. നമുക്ക് എഫേസ്യ ലേഖനത്തിൽ ആ വാക്യമൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ നിങ്ങളെ പിതാവിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചാൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27. എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 26-27. അവൻ അവളെ, യേശു സഭയെ പിതാവിന് മുമ്പിൽ നിർത്തുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ? കറ, ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതിനുവേണ്ടിയാണ് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അവസാനത്തെ തുള്ളി രക്തം കൊടുത്ത് വില കൊടുത്ത് നമ്മളെ വാങ്ങിച്ചത്. എന്തിനാണ്? പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ നിർത്തുമ്പോൾ ഒരു കുറവ്, വേർവാത്ത് പറഞ്ഞല്ലോ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം, ഒരു വാട്ടം പോലും. ചില പച്ചക്കറിയൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് പറയും, നല്ല പച്ചച്ചൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ വാട്ടമുണ്ട് ഇല്ലേ, ഫ്രഷ് അല്ല. നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കുന്നവർ എന്ത് ചെയ്യും? ഞെക്കി നോക്കും ഇല്ലേ? അതൊക്കെ അറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാം, ദൈവത്തിന് അറിയാം. ഞെക്കി നോക്കുമ്പോൾ നല്ല മുറുക്കം കാണണം. അതിനെ കോവയ്ക്കൊക്കെ ചെറിയ ഞെങ്ങുണ്ട്, അതിൻ്റെ അർത്ഥം എന്തുവാ?
ഉള്ളിൽ പഴുത്തു. പച്ചച്ചിരിപ്പുണ്ട്, കളറൊക്കെ കൊള്ളാം, സ്പ്രേ ഒക്കെ അടിപ്പിച്ച് കെമിക്കലൊക്കെ സ്പ്രേ അടിപ്പിച്ചും ചേമ്പറിൻ്റെ അകത്ത് വെച്ചും ഒക്കെ ഗ്യാസ് ചേമ്പറിൻ്റെ അകത്ത് വെച്ചും ഒക്കെ വിളപ്പിച്ചതും കറക്റ്റാക്കിയതൊക്കെ ആയിരിക്കും, കൊള്ളാം. പക്ഷേങ്കിൽ എന്തുണ്ട്? വാട്ടം ഇല്ലേ? ബൈബിൾ എന്തോ പറയുന്നത്? ഒരു അല്പം പോലും വാട്ടമോ മാലിന്യമോ ഒരു അല്പം പോലും ലോകമുള്ളിലില്ലാതെ വിശുദ്ധിയായിട്ട്, വിശുദ്ധ വസ്ത്രധാരികളായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെല്ലാം കർത്താവിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെ കാണുന്നില്ല, വിശുദ്ധിയോടുകൂടി. ദൈവമക്കൾ, ഇത്രയും പ്രാധാന്യത ദൈവസഭ വിശുദ്ധി, നമ്മുടെ വ്യക്തിപരമായ ജീവിതം വിശുദ്ധിക്കുണ്ട് ഇല്ലേ? സാത്താൻ അതുകൊണ്ടാണ് അതിന് പോരാട്ടം. ഈ അഴുക്ക് വലിച്ച് നമ്മുടെ ദേഹത്ത്, ചള്ള വലിച്ച് അഴുക്ക് വലിച്ച് മലം വലിച്ചെറിയുന്ന പോലാണ് പാപം നമ്മുടെ ദേഹത്തില്ലേ? നമ്മൾ വിശുദ്ധിയോട് ഞായറാഴ്ച നമ്മൾ വളരെ തീരുമാനത്തോടുകൂടി ഒരാഴ്ച മുഴുവൻ വിശുദ്ധിയോട് നിൽക്കാൻ കൃപ തരണമേ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങും നമ്മുടെ കണ്ണിൽ കൂടും, ചെവി കൂടും, മനസ്സിൽ കൂടും ഒക്കെ നമ്മുടെ ഈ വിശുദ്ധ വസ്ത്രത്തിൽ എന്ത് വലിച്ചെറിയും? ചെളി വലിച്ചെറിയും, അഴുക്ക് വലിച്ചെറിയും, നമ്മളെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ കൊള്ളാത്തവരാക്കി തീർക്കുവാൻ. അപ്പം നമ്മളെ വിശുദ്ധിയോടുകൂടി നിർത്തുവാൻ കർത്താവുമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇനി മേലിൽ ലോകത്തെ സ്നേഹിക്കല്ലേ. ആരെ സ്നേഹിക്കാനാണ്? എത്ര പറഞ്ഞാലും കാന്തം പോലായി ശരീരം എന്തിനോട് അടുക്കുന്നത്? കണ്ണ്. ആ ഹൗവയെ നമ്മൾ കുറ്റം പറയും. നമ്മുടെ കണ്ണും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും നല്ലത് കണ്ടാൽ എനിക്കും വേണം, അത് നല്ലത് കണ്ടാൽ കൊള്ളാം, അതിനോടൊരു ഇഷ്ടം, അത് ആഗ്രഹിക്കുന്നു, വല്ല വിധേനയും അത് പ്രാപിക്കുവാൻ ഇവിടെ എഴുതിയിരിക്കുന്നു കർത്താവിനോടുള്ള ഇഷ്ടം. താഴോട്ട് വായിച്ചാട്ടെ, 3-ാമത്തെ വാക്യം. കർത്താവിനോടൊരു ഏകാഗ്രത, നിർമ്മലത. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കർത്താവിനോട് കൂടി വസിക്കാം, ഇവിടെ ഞാൻ ലോകത്തൊന്ന് ആസ്വദിച്ച് ജീവിക്കട്ടെ, നടക്കത്തില്ല. ഇവിടെ കർത്താവിനോട് വളരെ നിർമ്മലത, ഏകാഗ്രത. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എന്തോ ദൈവമക്കളെ? വചനം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും പിന്നെ സ്കൂളിൽ പഠിക്കുന്നവർക്കും നല്ല എക്സാമൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മുറിക്കകത്തോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കഥ വടങ്ങണം. നിങ്ങൾ മുറിക്കകത്തോട്ട് പോയി കഥ വടച്ച് നിങ്ങളുടെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴെന്തുവാ പറഞ്ഞത്? അവിടെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏകാഗ്രത. അപ്പോൾ ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ ഫാക്ടർ എന്തുവാ വേണ്ടത്? വേറെ ഒരു ക്വാളിഫിക്കേഷനും കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്, അതുതന്നെ വലിയ കാര്യം. യോഗ്യരല്ലാത്ത നമ്മളെ, എന്നെയും നിങ്ങളെയൊക്കെ ഒറ്റ കാര്യ കർത്താവ് ചോദിക്കുന്നുള്ളൂ. ഇവിടെ പറയുന്നത് കർത്താവുമായിട്ടുള്ള ഏകാഗ്രത ഒന്ന് ഇപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആരോടാണ് ഏകാഗ്രത? ജോലി ചെയ്യുമ്പോഴും ആരോടായിരിക്കണം? എൻ്റെ കർത്താവേ സ്തോത്രം. പല കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റും ദൈവമക്കളെ, നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയാൽ, വലിയ സ്വർഗീയ സന്തോഷത്താൽ നിറയപ്പെടും. അപ്പോൾ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിനോടുള്ള ഏകാഗ്രത. പിന്നെ അടുത്തൊരു വാക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാണ്? നിർമ്മലത. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ഫ്രം ദ സിംപ്ലിസിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പം ഇതുപോലൊരു ഏകാഗ്രതയും നിർമ്മലതയും ആർക്കുണ്ടായിരുന്നു? 3-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നത് ആദാമിനും ഹൗവയ്ക്കും ഉണ്ടായിരുന്നു. അവരെ സൃഷ്ടിച്ചു. അവരെ സൃഷ്ടിച്ചു. പിറ്റേ ദിവസം അവർ പാപം ചെയ്തു, പിറ്റേ ദിവസം തേജസ് പോയി. അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? 100 കണക്കിന് വർഷം ജീവിച്ചോ, ഇനി 500 വർഷം ജീവിച്ചോ ഒന്നും നമുക്കറിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം ഓരോ വാക്യങ്ങളുടെ ഇടയ്ക്ക് പോലും 100 കണക്കിനോ 1000 കണക്കിനൊക്കെ വർഷങ്ങൾ വ്യത്യാസമുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്കറിയത്തില്ല. ഭൂമി മുമ്പ് എങ്ങനെ ആയിരുന്നു എന്ന് ഒറ്റ വാക്യത്തിൽ പറഞ്ഞു പോയി. പാഴും ശൂന്യവുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മല്ലന്മാരോ ദൂതൻ, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ലിമിറ്റഡ് വേഴ്സസ്, പിന്നെ ഒരു മല്ലന്മാരെ പറ്റിയൊക്കെ പറയുന്നതുകൊണ്ട് നമുക്കറിയാം. അല്ലാതെ നമുക്കിതിനേക്കാൾ കൂടുതൽ അവിടെ ആരാ ഇവിടെ ഈ ഭൂമി താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടുള്ള മനുഷ്യരായിരുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവരായിരുന്നു, ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു അവർ ഉടനെ ഞങ്ങൾ പാപം ചെയ്തതല്ല, അതുവരെ പാപം ചെയ്യുന്നത് വരെയും അവർക്ക് എന്തുണ്ടായിരുന്നു? അപ്പം പിശാചാണ്, സർപ്പമാണ് ഹൗവയെ ഉപായത്താൽ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. ദൈവമക്കളെ, അത് പോയാൽ പോയി. ഈ കാഴ്ചപ്പാട് പോകുന്നത് എപ്പോഴാണെന്നറിയാം? കർത്താവിനോടുള്ള ഏകാഗ്രത പോയിട്ട് അറിയാതെ ലോകത്തോടുള്ള ഏകാഗ്രത, എനിക്കതുപോലെ ആയിത്തീരണം, എനിക്ക് ലോകത്തിൽ വലിയവനായി തീരണം. അപ്പോൾ വല്ല പ്രസംഗം കേൾക്കും, അതിന് പറ്റിയ എന്തെങ്കിലും കേൾക്കും. അതുകൊണ്ടാണ് ഈ കണ്ടതൊന്നും കേൾക്കാൻ നമുക്ക് പറ്റാത്തതിന് യൂട്യൂബും TV യും ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ മീഡിയാസൊക്കെ ഉണ്ടല്ലോ. ഈ കണ്ടതൊന്നും കേൾക്കാൻ
പറ്റത്തില്ല. ഇപ്പം ഭയങ്കര വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ എല്ലാം ചർച്ചകൾ നടക്കുക. ഇവിടെ റിവൈവൽ ഇലക്ട്രോണിക് സിറ്റിയിൽ നടന്ന ഭയങ്കര, ആദ്യം എല്ലാവരും അതിനെ എടുത്ത് അങ്ങ് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര സംഭവമാക്കി. ഇപ്പം അവിടെ നടന്ന ദുരുപദേശം, ഈ കസേരയും പിടിച്ച് ഭ്രാന്ത് കളിച്ചവരൊക്കെ ഉണ്ടല്ലോ നേരത്തെ, അവരെല്ലാം കൂടി അവിടെ കഴിഞ്ഞ ദിവസം പിടിച്ച് അവിടെ കിടന്ന് കാണിച്ച പരിപാടി, ഭ്രാന്തന്മാരുടെ കൂട്ട് അവിടെ കിടന്ന് സ്റ്റേജിൽ കാണിച്ച പരിപാടിയൊക്കെ പിന്നെയും തോണ്ട വീഡിയോസ് കിടന്ന് കറങ്ങും. ഇന്നലെ ഞാൻ കണ്ടു. അതൊക്കെ എടുത്തിട്ട് ഒരു ദൈവദാസൻ ചോദിക്കുക, ഇത് എന്തോ, ഇത് കണ്ടാലേ അറിയത്തില്ലേ ഭൂതമാണ്, ഒരു ദൈവദാസൻ ചോദിക്കുക. അപ്പോൾ ഞാൻ അപ്പോഴാണ് അത് കാണുന്നത്. കാര്യം ഇതൊന്നും കേൾക്കാൻ പോയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ആരോ ഒന്ന് ഇട്ടു, ഞാനത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, നമ്മുടെ സ്പിരിച്വൽ ഫാമിലി ഗ്രൂപ്പിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, നല്ലതാണ്. അന്ത്യനാളുകൾ ആത്മാവിൻ്റെ ഒഴുക്ക് നടക്കണം. വചനത്തിലൊരു പ്രമാണമുണ്ട്, ആ പ്രമാണം അനുസരിച്ച് നടക്കണം. അല്ലാതെ കർത്താവും ശിഷ്യന്മാരും ഒക്കെ കാണിക്കാത്ത കാര്യങ്ങൾ ലോകം പോലും, പള്ളിക്കാർ പോലും കണ്ടിട്ട് അയ്യേ ഇത് ഭൂതമല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിച്ചു കൂട്ടാൻ. അന്ത്യനാളുകളിൽ പല സുവിശേഷങ്ങൾ, വേറെ യേശു വരെ, അവിടെ യേശു ഇവിടെ യേശു എന്നൊക്കെ പറയും. നമ്മൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സത്യാത്മാവിനാൽ സത്യവചനത്തിൽ അതിനെ വിവേചിച്ച് അതിൻ്റെ ആഴങ്ങൾ, ഓരോ ആഴങ്ങൾ കിട്ടുമ്പോഴാണ് കർത്താവ് എന്നെ ഇത്രയും ആഴത്തിൽ സ്നേഹിച്ചല്ലോ ഞാനത് തിരിച്ചറിയുന്നത്. ഞാൻ അവിശ്വസ്തനായി തീരുമ്പോഴും, ഞാൻ അനുസരണക്കെട്ടവനായി തീരുമ്പോഴും എന്നെ പിൻപറ്റിയ ഒരു കരം ഞാൻ ഇപ്പോഴാണല്ലോ അത് രുചിച്ചറിഞ്ഞ. ഓരോ കാര്യങ്ങൾ നീ ഇതറിഞ്ഞോ? പത്രോസിനോട് ചോദിച്ചപ്പോഴാണ് പത്രോസ് അറിഞ്ഞ. നിന്നെ എത്ര പ്രാവശ്യം സാത്താൻ പാറ്റിക്കളയുവാൻ പെർമിഷൻ ചോദിച്ചെന്നറിയാം. നിനക്ക് ബലമില്ലാത്തതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തില്ല, അനുവദിച്ചില്ല. അപ്പോഴാ പത്രോസ് പോലും ഈ കാര്യം, ഇത് ഓരോ നമ്മളെപ്പറ്റിയുള്ള കാര്യങ്ങളും ഇതെല്ലാം കർത്താവ് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്ക് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ ലിസ്റ്റും ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ കയറാതെ എന്നെ തന്നെ സ്പിരിച്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, സ്വർഗരാജ്യത്തിന് യോഗ്യനായി തീരണമെങ്കിൽ കർത്താവിനോടൊരു ഏകാഗ്രത, നിർമ്മലത. അപ്പോൾ ആദാമിനും ഹൗവയ്ക്കും ആദ്യം അതുണ്ടായിരുന്നു. അവരെ ആ ഏകാഗ്രതയും നിർമ്മലയിൽ നിന്ന് വഷളാക്കി പോയത്, ചതിച്ചതാണ്. ഡിസീവ്ഡ് ഈവ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ഡിസീവർ, ചതിയൻ, വഞ്ചകൻ ഈ സാത്താനാണ്. അതുകൊണ്ട് സ്തോത്രം, കർത്താവിന് വലിയ വിഷമമുള്ള കാര്യമാണ് ഈ വചനമെല്ലാം കേട്ടിട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയുക. ഈ കർത്താവ് സംസാരിക്കുന്നത് മുഴുവൻ കർത്താവുമായിട്ടൊരു നല്ല ബന്ധത്തിൽ, അടുപ്പത്തിലായി തീരുവാൻ. അതൊന്നും മത്തായി സുവിശേഷത്തിൽ 1-2 ഭാഗം ഞാൻ ഇന്നലെ വായിക്കുമായിരുന്നു. നമുക്കത് പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 8-9 കുറിച്ച് വെക്കുന്നവർക്ക് ഞാനൊന്ന് പറയാം. ഇത് യെശയ്യാവ് 29:13 എടുത്തിവിടെ എഴുതി കർത്താവ് പറയുന്നൊരു ഉദ്ധരണിയാണ്. ഈ ജനം എന്നെ ഭയങ്കര കർത്താവേ അങ്ങ് വലിയവൻ, അങ്ങ് വലിയവൻ, വലിയവൻ, വലിയവൻ എന്നൊക്കെ പറയുന്നെങ്കിലും ഹൃദയം എന്തുവാ? ചില സമയത്തൊക്കെ നമുക്കറിയാം, നമ്മളങ്ങ് ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ചിലപ്പോൾ അന്യഭാഷ പോലും പറയുന്നുണ്ട്, ശക്തി പ്രാപിക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്നാ? ഹൃദയം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? എവിടോ അലയുക. ഹൃദയം കിടന്നിട്ട് എവിടോ അലയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം എന്ത് ചെയ്യണം? ദൈവസന്ധിയിൽ ഒന്ന് ഏകാഗ്രതയ്ക്ക്, ഹൃദയം ദൈവസന്ധിയിൽ, അതിനെ അന്യഭാഷയിൽ ആരാധിക്കുമ്പോഴായിക്കോട്ടെ, വചനം ധ്യാനിക്കുമ്പോഴായിക്കോട്ടെ, ആരാധന സമയത്തായിക്കോട്ടെ, ഹൃദയം ദൈവസന്ധിയിൽ ഒന്ന് ഏകാഗ്രതപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബലം പ്രാപിക്കുവാൻ കഴിയുമില്ലേ? അപ്പം ഇവിടെ എഴുതിയേക്കുന്നത് ഈ ജനം അതരം കൊണ്ട് ഭയങ്കര ചിലർക്കൊക്കെ അങ്ങ് പ്രസംഗിക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴൊക്കെ ഭയങ്കര അവതരണമാണ്. അതൊക്കെ പറയാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും അങ്ങ് വചനം മുഴുവൻ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ആരും ചെയ്യുമായിരുന്നു? ഇതെല്ലാം നമ്മളെല്ലാം കോപ്പി അടിക്കുന്നത് എവിടുന്നാണ്? ഉള്ളിലുള്ള ഒരു ഫീലിംഗ് അത് എവിടുന്നാണ്? ഇതിൻ്റെ ഇസ്രായേൽ മക്കൾ ഇതിൻ്റെ ആശാന്മാരായിരുന്നു. വാതരം കൊണ്ട് അങ്ങ് ദൈവത്തെ അങ്ങ് പുകഴ്ത്തുന്ന ഇത് കർത്താവ്, നമ്മൾ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളല്ല ഇത് ചെയ്യുന്ന. ആദ്യം ഇസ്രായേൽ മക്കൾ ഇത് തന്നെയായിരുന്നു പരിപാടി. കാര്യം പിശാച് ഒന്നാണ്, പിശാചാണല്ലോ ചെയ്യിപ്പിക്കുന്നത്. വെളിയിൽ വലിയ ആരാധനയുടെ ഷോ ഒക്കെ ശലോമോൻ്റെ ദേവാലയത്തിലാണല്ലോ എവിടെ കാണിച്ചാലും കർത്താവ് നോക്കുന്നത് എന്തിലാണ്? നമ്മുടെ പുറത്തെ ഈ കൊണ്ടുള്ള സൗണ്ട് എഫക്റ്റും ഒക്കെയാണോ കർത്താവ് നോക്കുക? ആരാധനയിൽ എന്തുവാ ശരിക്കും ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ ഡ്രസ്സിങ് ആണോ, നമ്മുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആണോ, ഫീച്ചറാണോ? കർത്താവ് നമ്മുടെ ഹൃദയം ദൈവം എൻ്റെ സന്നിധിയിലുണ്ടോ? ഹൃദയം എന്നോട് ചേർന്നിരിക്കുവാണോ? ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കാനുള്ള ഒരു മനസ്സിലാണോ? ഈ യെശയ്യാപ്രവചനത്തിൽ യഹോവയായ ദൈവം പറഞ്ഞവിടെ ഏറ്റു പറയുക. ഇവിടെ എഴുതിയേക്കുന്ന എൻ്റെ ജനം ദേ റെസ്പെക്ട് മീ വിത്ത് ദെയർ ലിപ്സ്. നമ്മൾ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒത്തിരിയൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പറയുക, ഹൃദയം ഈ ജനത്തിന്, എൻ്റെ ജനത്തിൻ്റെ ഹൃദയം എങ്ങനെയാണ്? അവരിങ്ങനെ ഓരോ പ്രസംഗ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അത് മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാനുഷിക കൽപ്പനകളൊക്കെയാണ് അവർ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക?
എൻ്റെ ജനം എന്ത് ചെയ്യുന്നു? സ്തോത്രം, വ്യർത്ഥമായി ഭജിക്കുന്നു. കാഴ്ചപ്പാട് മാറിപ്പോവുക. വീണ്ടും കർത്താവ് എന്നോട് പറയുന്ന ഒരു ഭാഗം കൂടി മത്തായി സുവിശേഷത്തിലുണ്ട്. 13:13 മാത്യു 13:13-14. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളാൽ അവരോട് സംസാരിക്കുന്നു. ഇതെല്ലാം അവർ കണ്ടു, ദൈവം അവരോട് ഇടപെട്ടു, കേട്ടു. ദൈവപ്രവൃത്തി അവർ ജീവിതത്തിൽ കണ്ടു, പിന്നെ അവരെന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞത് കേട്ടു. പക്ഷെ എന്തുവാ സംഭവിക്കുന്നത്? നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കുകയില്ലതാനും. 13-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയും ഇതെല്ലാം കേട്ടിട്ട് അവരങ്ങ് മരവിച്ചിരിക്കുക. നമ്പ് ഇല്ലേ? അവർ കേൾക്കാത്ത പോലെ ഇരിക്കുക. അവർക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണുണ്ടെങ്കിലും എന്ത് ചെയ്യത്തില്ല? ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. ഒരാൾ നമ്മൾ അതൊരു ശാപം പോലെ ഇല്ലേ? ഒരു ശിക്ഷയാണ്, ഒരു ജഡ്ജ്മെൻ്റാണ് കർത്താവോട് പറയുന്നത്. അത് പഴയ നിയമത്തിലും പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? കണ്ണുണ്ടെങ്കിലും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അവരുടെ ഹൃദയം കഠിനമാക്കും. ഇനി ഒരു വിടുതൽ നടക്കത്തില്ല. പല പ്രാവശ്യം ഞാൻ അവരോട് അതല്ല എൻ്റെ അർത്ഥം. പല പ്രാവശ്യം ഞാൻ അവരോട് സംസാരിച്ചു. അവർ കണ്ടില്ല, കേൾക്കാൻ പറ്റുന്നില്ല, കേട്ടാലും അത് അകത്തോട്ട് കയറുന്നില്ല. അവർ ഹൃദയം തടിച്ചിരിക്കുന്നു, ചെവി മന്ദമായിട്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷത്തിൽ വചനത്തിൽ ഇത്രയും ആവർത്തിച്ചത് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ചിലപ്പം വിഷമത്തോട് നമ്മുടെ പിള്ളേരോട് ചിലപ്പം പറഞ്ഞു പോകും, അറിയാതെ അത്രയ്ക്ക് പണി കാണിച്ചാൽ നമ്മൾ പറയും ഇത് നന്നാകാനുള്ള നീ നന്നാകത്തില്ല, നമ്മൾ പറഞ്ഞു പോകും. അത് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഇല്ലേ? അത് ഏതെങ്കിലും ഒരു പേരൻസ് അത് ആഗ്രഹിച്ചാണോ അത് പറയുന്നത്? അവർ ശപിച്ച് പോട്ടെന്ന് ആഗ്രഹിച്ച് ഒരു പേരൻസും പറയത്തില്ല. പക്ഷേ നമ്മുടെ വേദനയിലും വിഷമത്തിലും നമ്മളത് പറഞ്ഞു പോകുന്ന വലിയവനായ ദൈവം നമ്മളെ സൃഷ്ടിച്ച്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് കർത്താവിനോടുകൂടി വസിക്കുവാൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മത്തായിലും യോഹന്നാനിലും പഴയ നിയമത്തിലൊക്കെ പറയുന്ന ഈ കാര്യം ഇത് സന്തോഷത്തോടെ പറയുന്നതാണോ? അല്ല, വിഷമത്തോട്. ഇനി നീ എന്ത് ചെയ്യത്തില്ല? ചെവി ഉണ്ടെങ്കിലും നീ എന്ത് ചെയ്യില്ല? കേട്ടാലും നിനക്കത് മനസ്സിലാകത്തില്ല, എൻ്റെ ഹൃദയം കല്ലായി പോകട്ടെ. യോഹന്നാൻ ഇച്ചൂടെ കട്ടിയായിട്ടാണ് പറയുന്നത്. 16-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചാട്ടെ. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. പക്ഷെ നിന്റെ കണ്ണ് ശരിക്കും കാണുകയും നിന്റെ ചെവി കേൾക്കുകയും ദൈവം നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലാകുകയും ചെയ്താൽ യു ആർ ബ്ലെസ്സഡ് എന്നായിരിക്കുന്നത്. ഭാഗ്യമുള്ളത് എല്ലാം മലയാളം ബൈബിളിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ എങ്ങനെയാ, അല്ലെ മൂലഭാഷയിൽ എങ്ങനെയാ? യു ആർ ബ്ലെസ്സഡ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നീ കേട്ടില്ലെങ്കിൽ ഒന്നി നീ ഭാഗ്യമുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ നീ എന്തുവാണ്? ശപിക്കപ്പെട്ടവൻ്റെ ഓപ്പോസിറ്റാണ് അനുഗ്രഹമാണ്. ശപിക്കപ്പെട്ടവൻ എന്ന് കറക്റ്റ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയേണ്ടടുത്ത് എല്ലാം മലയാളം ബൈബിളിൻ്റെ അകത്ത് നീ ഭാഗ്യമുള്ളതെന്ന് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനത്തിലും യെരമ്യാവിലും ഇവിടെ ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിക്കും കർത്താവ് നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് കേൾക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിനക്കത് മനസ്സിലാകും, നിൻ്റെ ഉൾക്കണ്ണുകൾ പ്രകാശിച്ച് നിൻ്റെ ഉള്ളിലെ ചെവി അതല്ലെങ്കിൽ അത് ഗ്രാസ്പ് ചെയ്യുവാൻ, അത് മനസ്സിലാകുവാൻ, അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ എന്തുവാണ്? യു ആർ ബ്ലെസ്സഡ്. അപ്പം ദൈവവചനം കേട്ട് പിശാച് നമ്മളെ ആക്കി തീർക്കുന്നത് നമ്മളെ അങ്ങ്, ഞാൻ പറഞ്ഞില്ലേ യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എന്ത് ചെയ്യും? എൻ്റെ ശബ്ദം കേൾക്കും, അതവർ കേട്ട് തിരിച്ചറിയില്ല. അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹം റോമാലേഖനം 8-ാം അധ്യായത്തിലൊക്കെ നമുക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ, ഇംഗ്ലീഷ് ബൈബിൾ നോ ഫാമിൻ നോ പെർസിക്യൂഷൻ, ഒരു ക്ഷാമത്തിന് പോലും ഒരു താഴ്ചയ്ക്ക്. ക്ഷാമം എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഒരു ഇല്ലായ്മ. എനിക്കിനി ഒന്നുമില്ലേ പോലും, ആഹാരവും കഴിക്കാനില്ല, വസ്ത്രവും ഇടാനില്ല, താമസിക്കാൻ സ്ഥലവുമില്ല, അല്പം പോലും കാശുമില്ല, ആരോഗ്യവും ഇല്ലെങ്കിൽ പോലും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് 8-ാം അധ്യായത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇതൊന്നുമില്ലെങ്കിൽ ഒരു ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഇല്ലായ്മയ്ക്കോ ഉള്ള അവസ്ഥയ്ക്കോ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്. അപ്പം അതൊക്കെയാണ് ഒരു അടുപ്പം. അതൊക്കെയാണ് ഒരു അടുപ്പം. കാര്യങ്ങൾ കിട്ടാനും പ്രാർത്ഥന കേട്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അല്ല താൻ ദൈവത്തെ കാണുന്നത്. നമ്മളോ ഇവിടുന്ന് പറയണ്ട, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ കേട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതെ, ഞാനായിട്ട് ആർക്കും മാർക്കൊന്നും ഇടുന്നില്ല. നമുക്ക് ഈ നമ്മുടെ കാര്യം ഒന്ന് മാറ്റിയിട്ട്, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തുടക്കം വാക്യത്തിന് 1-ാമത്തെ വാക്യം എന്തോ പറയുന്നത്, താൻ എപ്പോഴും സ്വർഗീയ കാര്യം പറയുന്നതിന് തനിക്ക് പോഷത്വമാണോ, തനിക്ക് ഭ്രാന്താണോ
എങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് സഹിച്ചോ. കാര്യം ഞാൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? കർത്താവിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിൽ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിൽ ലഭിക്കുകയോ ചെയ്യും. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ഇത് എന്ത് ചെയ്യുന്നു? പൊറുക്കുന്നു. വേറൊരു സുവിശേഷം കേൾക്കുമ്പോൾ വേറൊരാത്മാവിന്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദൈവമക്കൾക്ക് വിവേചനവരം വളരെ കുറവാണ്. പഴയ നമ്മുടെ രീതിയിലനുസരിച്ച് ടീച്ചർമാരെ ഒന്നും പറയില്ല എന്നുള്ള രീതിയിലാണ്, പാസ്റ്റർമാരെ ഒന്നും പറയില്ല എന്നുള്ളൊരു രീതിയാണ്. അത് ശരിയാണ്, ടീച്ചർമാരെ ഒന്നും പറയില്ല പഠിപ്പിക്കുന്ന സമയത്ത്. അവരിനി ശരിക്കും പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും. പക്ഷേ ബൈബിൾ എന്തുവാ പറയുന്നത്? ഇത് ആരുടെ അപ്പൻ്റെ വേലയാണ്? നമ്മുടെ അപ്പച്ചൻ്റെ കാര്യമാണ്. ഒരു ഭാഗം വചനത്തിൽ തെറ്റിച്ച് പഠിപ്പിച്ച ദൈവദാസാ. അതിൻ്റെ അകത്ത് അക്കുല്ലാസും പ്രിസ്കില്ലയും ഇപ്പം ഇത്രത്തോളം ശുശ്രൂഷയിൽ ഉപയോഗിച്ചത് മാനിച്ചതിൻ്റെ കാരണം എന്നാ? അവർ തുടക്കത്തിൽ തന്നെ അവർ ദൈവദാസനായ അപ്പൊല്ലോസിനോട് പറഞ്ഞു, സ്നാനത്തെപ്പറ്റി തെറ്റിച്ച് പഠിപ്പിക്കുകയും യോഹന്നാൻ്റെ സ്നാനമായി ശരിയാന്ന് പഠിപ്പിച്ചപ്പോൾ അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു. മീറ്റിംഗ് അവഹേളിക്കപ്പെട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ്. കാര്യം ഞാൻ പറഞ്ഞു, അന്നൊരു റിട്ടേൺ വചനമില്ല. അത് തന്നെയാണ് അതിൻ്റെ കാരണം. പലരും പല സ്ഥലത്ത് ചെന്നു. അപ്പോൾ കൂടുതൽ സമയം യെരുശലേമിലും അപ്പോസ്തലന്മാരോടൊക്കെ ചിലവഴിച്ചവരും പൗലോസിനോട് ചിലവഴിച്ചവർക്കൊക്കെ ആ ഡെപ്ത് അറിയത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ പിന്നെ ലേഖനങ്ങൾ എഴുതുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പൊല്ലോസിനെ കുറ്റം പറയുമല്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ ദൈവദാസി ഇങ്ങനെ അല്ലല്ലോ വചനം പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം ആ വചനത്തിൻ്റെ വിഷയത്തിൽ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, വേറൊരാത്മാവും വേറൊരു സുവിശേഷവും കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് പൊറുക്കുന്നത്. അതിനൊരു വാക്യവുമുണ്ട്, ആരെയും വിധിക്കല്ല. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അത് ശരിയാണെന്നും ഇത് തെറ്റാണെന്നും പറയാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് എന്തുവാ? ശരിയാ. ആ കേൾക്കുന്ന പ്രസംഗവും ശരിയാ, വേറൊരുത്തിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗവും ശരിയാ, വേറൊരു വചനവും ശരിയാ, വേറൊരു കാഴ്ചപ്പാടും ശരിയാ, എല്ലാം ശരിയാ. ഈ നേവിക്കാർ ഇപ്പോൾ ഇട്ടേക്കുന്നതും നേവി യൂണിഫോമാണല്ലോ. അപ്പം ഇവരുടെ ഇടയ്ക്കായിരുന്നു ഒത്തിരി വർഷം വിശ്വാസികൾ മുഴുവൻ ഇവരായിരുന്നു. ഇവരെ മാത്രമുള്ള ചർച്ചുണ്ട് വേറെ, ഒരു ഇംഗ്ലീഷ് ചർച്ചാണ്. ഇടയ്ക്ക് വിളിക്കും, നമ്മുടെ എല്ലാം സ്നേഹിതരായതുകൊണ്ട് ഇടയ്ക്ക് ശുശ്രൂഷിക്കാൻ വിളിക്കും. ഞാനുള്ളത് എന്നെ വിളിക്കുന്ന ആഴ്ചകൾ ഞാനങ്ങ് എഴുന്നേറ്റ് നിൽക്കും അവരിടയ്ക്ക്. എന്നിട്ട് അത് പ്രാർത്ഥിച്ച് ചുറ്റിനും ഇരുന്നോട്ടെ, കുഴപ്പമില്ല, പ്രാർത്ഥിച്ച്. അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ മാത്രമേ, അതാണ് അവരുടെ ഗ്യാതറിങ്. ഒരു ഗിറ്റാറൊക്കെ വെച്ചിട്ട് അവിടുന്ന് പാട്ട് പാടി ഡിസ്കഷൻ. അവിടുത്തെ ഏറ്റവും വലിയ ഓഫീസറായിരിക്കും പാസ്റ്റർ. അങ്ങനെയാണ് അവരിങ്ങനെ മാറി മാറി ട്രാൻസ്ഫർ കിട്ടി പോകുമ്പോൾ. അപ്പോൾ ഏറ്റവും വലിയ സീനിയർ ക്യാപ്റ്റൻ പാസ്റ്ററാണ്. അപ്പോൾ ഒരു പാസ്റ്റർ, ഞാൻ പേര് പറയുന്നില്ല, ഒരു ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളിവിടെ എല്ലാ ഉപദേശവും ഞങ്ങളിവിടെ ഇത് തന്നെയാണ്. അവിടെ വിശാഖപട്ടണത്ത് വരുമ്പോൾ അതിന് GT എന്ന് പറയും, പ്രൈസ് ടാബർനാക്കിൾ എന്ന് പറയും. ബോംബെ വരുമ്പോൾ BBC എന്ന് പറയും, ബോംബെ ബാപ്റ്റിസ്റ്റ് ചർച്ച് പറയും. ഈ BBC തന്നെ ഇവിടെ കൊച്ചിയിലും ഉണ്ട്, തേവര അപ്പുറത്തോളം. എല്ലാ വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസികൾ. അപ്പം ഞങ്ങളിവിടെ എല്ലാ ഉപദേശവും, ഏത് ടൈപ്പ് ഉപദേശവും ഞങ്ങളിവിടെ എന്ത് ചെയ്യും? സ്വീകരിക്കും. എന്തൊരു വലിയ വിശാല മനസ്സിൽ, എന്തൊരു ആറ്റിറ്റ്യൂഡ്. അവർക്ക് എന്നാ കാരണം? വിവേചിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഇംഗ്ലീഷ് ചർച്ചിൻ്റെ രീതിയിലാണ്. ഒന്നും ഇത് തെറ്റാന്ന് പറയുവാനുള്ള അറിവുമില്ല, കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അതിനുള്ള അഭിഷേകമില്ല. അവർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈക്വലൻ്റ് റാങ്കാണ്. നേവിയുടെ ക്യാപ്റ്റൻ, ആർമിയുടെ അല്ല. ടോപ്പ് ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊമഡോർ തൽക്കാല പദവിയും റിയർ അഡ്മിറൽ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു പദവിയാണ്, ഏറ്റവും ടോപ്പ് പദവിയാണ്. അവർക്ക് കപ്പാസിറ്റി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അവർക്ക് ഭരിക്കാനും പോലീസ് പറഞ്ഞാൽ പോലും അനുസരിക്കത്തില്ല. അവരോട് അങ്ങോട്ട് അലയ്ക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ അവർക്ക് കപ്പാസിറ്റി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ധൈര്യമില്ല, അധികാരമില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. അവർക്ക് എന്തില്ല? അഭിഷേകമില്ല. ഇത് പറയണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ആ ബൈബിള് പറയുന്നത്. അതിന് അറിവും വേണം, അഭിഷേകവും വേണം. കർത്താവാണ് നമ്മളിൽ കൂടെ ആ കാര്യം പറയേണ്ടത്. അപ്പം നമ്മൾ അതുപോലെ ആ നിർമ്മലതയിലും ആ ഏകാഗ്രതയിൽ നിൽക്കണം. അപ്പം ഇവിടെ ഈ സഭയോട് പറയുമ്പോൾ ഇവരെല്ലാ ഉപദേശവും അങ്ങ് സ്വീകരിക്കുക. മറ്റൊരാത്മാവിനാൽ മറ്റൊരു സുവിശേഷം നിങ്ങളതെല്ലാം അതിനെല്ലാം ആമേൻ പറയുക. ആര് വന്ന് എന്തുവല്ലും ദൈവകൃപയിൽ ഇവിടെ അധികം പൊതു ശുശ്രൂഷകരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും അയച്ച ദൈവദാസന്മാർ തീർച്ചയായിട്ടും ഏതു സമയത്തും വരും, അവർ ശുശ്രൂഷിക്കും. എവിടെയെങ്കിലും ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നവർ എന്തെങ്കിലും ദുരുപദേശം പറഞ്ഞാൽ ഇങ്ങനെ തോണ്ടിയിട്ട് ഒരു പാട്ട് പാടി അത് പിന്നെ അവരെ ഇരുത്തും. അതിനും ഒരു മാറ്റമില്ല. കാരണം വേറൊന്നും അല്ല, ഇതൊരു ഉത്തരവാദിത്തമല്ലേ, കർത്താവിന് മുമ്പിൽ ഒരു ഉത്തരവാദിത്തമല്ല. അല്ലെങ്കിൽ ഒരു ദൂര ഉപദേശം മതി സഭ മുഴുവനും കലക്കാൻ. അറിയാം അത് എത്ര പ്രാവശ്യം ഞങ്ങളുടെ അനുഭവത്തിൽ ആദ്യമൊക്കെ ഞങ്ങൾ മിണ്ടാതിരുന്ന് അങ്ങനെ സംഭവിച്ച പിന്നാണ് കർത്താവ് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് വന്നിരിക്കുന്നവർക്ക് എന്തും പറയാം. ചില വർഷം മുമ്പ് ദേവദാസൻ പറഞ്ഞു, ഇന്ന സങ്കീർത്തനത്തിൽ എനിക്കൊരു പുതിയ വാക്യം കൂടി കർത്താവ് തന്നു എന്ന് പറഞ്ഞൊരു പുതിയ വാക്യം താനങ്ങ് ആഡ് ചെയ്യും. അതിനൊക്കെ ആമേൻ പറയാൻ ജനം മുഴുവനും എന്തൊരു യൂട്യൂബിലുണ്ട്. അതിനൊക്കെ ആമേൻ പറയാൻ ആൾക്കാരുണ്ടെന്നേ.
അറിയാത്തതുകൊണ്ട് അവരെല്ലാം ആമേൻ പറഞ്ഞു പോകുക എന്ന് പറയേണ്ട. ഇറ്റ്സ് ദെയർ ഇഗ്നറൻസ്. അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. ദേവദാസന്മാർ എന്തു പറഞ്ഞാലും അത് വേദവാക്യമായിട്ട് അവിടെ ഒന്ന് പറയുന്നു ഇവിടെ ഒന്ന് പറയുന്നു. നിങ്ങളുടെ മധ്യത്തിൽ പല കൊരിന്തിയ സഭയിൽ പല 30-35 വർഷമായി സഭകളായിട്ട് പല ദൈവദാസന്മാരായി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പല ദൈവദാസന്മാർ. കൊരിന്തിയ വലിയ പട്ടണമാണ്. റോമിലേക്ക് പോകുന്ന വലിയൊരു ഹൈവേയുടെ മധ്യത്തിലുള്ളൊരു അല്ലെങ്കിൽ ചേർന്നുള്ള വലിയൊരു പട്ടണമാണ്, വലിയൊരു വ്യാപാര പട്ടണമാണ്. അപ്പോൾ അവിടെ വരുന്ന വലിയ സഭയിൽ ദൈവദാസന്മാരൊക്കെ ഇടിച്ചു കയറും. കാര്യം ആ ദൈവദാസന്മാർ പറയുന്ന എന്ത് വചനത്തിനും കൊരിന്ത് സഭയെ നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ കാരണം എന്നാണെന്നറിയാം. പിശാച് നിങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ച് അവസാനം ജാതികൾ കേട്ടാൽ അറയ്ക്കുന്ന പാപം. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് കൊരിന്തിൽ ഇത് വന്നു. ജാതികൾ കേട്ടാൽ അവർ പോലും അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ, അയ്യേ എന്ന് അറയ്ക്കുന്ന പാപം എവിടെ ഉണ്ടായിരുന്നു? ഈ സഭ. കാരണം എന്നാ ഇവിടെ പറയുന്നില്ലേ? അവസാനം ആ 2ാമത്തെ ലേഖനം നിർത്തുമ്പോൾ പറയും ഏതുപദേശവും ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ളതാണോ അല്ലയോ എന്ന് വിവേചിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് എന്തുകൊണ്ട്? ഒരു കൃപാവരത്തിനും കുറവില്ലാഞ്ഞൊരു കാലമില്ലായിരുന്നു. ഇപ്പം കൃപാവരം പോട്ടെ, വെറും വിവേചനത്തിൻ്റെ വരമില്ലാതായി പോയല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവില്ലാതായി പോയല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്നത് വേറൊരാത്മാവിനാൽ വേറൊരു സുവിശേഷം വന്ന് നിങ്ങളുടെ മധ്യത്തിൽ പറയുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുന്നു? പൊറുക്കുന്നു. ഇതെന്തുവാണ്? ഇത് വളരെ ഷോക്കിംഗ് ആണ്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് പറയാത്തത് എന്തുകൊണ്ട്? ഗലാത്യ ലേഖനത്തിലൊക്കെ 1-ാം അധ്യായത്തിൽ നമുക്കറിയാം. അപ്പോസ്തലൻ പറയുക, ഈ പറഞ്ഞ സത്യവചനത്തിന് വിപരീതമായിട്ട് ഇനി ഞാനല്ല, പൗലോസ് പറയുക, ഇനി ഞാനല്ല ദൈവത്തിൻ്റെ ദൂതൻ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? അതാണ് നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കമാൻഡ്മെൻറ്റ്. എന്തുവാണ്? ദുരുപദേശം പൊറുക്കല്ല. അതിനി ലോക ഫേമസ് അപ്പോസ്തലൻ വന്ന് പറഞ്ഞാൽ അല്ല. ആരുടെ മുമ്പിൽ 10 ലക്ഷം ജനം കൂടി, ഇതൊക്കെ കൊച്ചു സ്റ്റേഡിയമല്ലേ, വലിയ സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിൽ ആ ദൈവദാസൻ ദുരുപദേശം പ്രസംഗിക്കുവാണെങ്കിലും അത് പൊറുക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? മിണ്ടാതിരിക്കാനാണോ? പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ആ കാര്യം തെറ്റാന്ന് പറയുവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മേലുള്ള അഭിഷേകം ഏതാണെന്ന് ഒന്നുകൂടെ എല്ലാ പ്രസംഗവും കേട്ട് അതിന് ആമേൻ പറയാൻ ദൈവം അനുവദിച്ചിട്ടില്ല. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കൊരിന്തിലെ സഭ വേറെങ്ങും പോകുന്നില്ല. കൊരിന്തിൽ സംഭവിച്ചത് എന്തുവാണ്? ഇവിടെ വന്നു പോകുന്നുണ്ട്. കൊരിന്തിലെ സഭയിൽ പല ദുരുപദേശവാദികളും മറ്റുള്ള പലരും വന്നു പോകുന്നുണ്ട്. നമ്മൾ പിന്നീട് അടുത്ത ആഴ്ച ചിന്തിക്കാൻ. ജസ്റ്റ് ഒന്ന് 13-14 ഒന്ന് വായിച്ചേ. ഈ അധ്യായത്തിന് തന്നെ 13. ഈ തെറ്റിച്ച് കളയുന്നവർ ഇവരാരാന്ന് എഴുതിയിരിക്കുന്നത്? അയ്യോ അങ്ങനൊന്നും പറയില്ല, അങ്ങനൊന്നും പറയില്ല. ഇപ്പോഴത്തെ രീതി എന്തുവാണ്? അങ്ങനെ ദൈവദാസന്മാരെ അങ്ങനൊന്നും പറയില്ല. വചനം എന്തുവാ അത് പറയാൻ വിളിക്കപ്പെട്ടവർ പറഞ്ഞാൽ മതി, എല്ലാവരും പറയണ്ട. അത് പറയാൻ ദൈവം ഏൽപ്പിച്ചവർ പറഞ്ഞാൽ മതി, അതിനുള്ള അഭിഷേകമുള്ളവർ പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് നാവിൽ തരുന്നവർ പറഞ്ഞാൽ മതി. അതിൽ ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ദൈവദാസന്മാർ. ഇവിടെ അഭിഷേകത്തിൽ താൻ എന്തുവാ പറയുന്നത്? നിങ്ങളെ തെറ്റിച്ച് കളയുന്നവർ ഇവിടെ വന്ന് വേറൊരു ആത്മാവിൽ വേറെ വചനം പ്രസംഗിക്കുന്നവരാരാന്നറിയാം? ഇവരാരാണ്? ഫോൾസ് അപ്പോസ്റ്റൽസ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഇല്ലേ കള്ള അപ്പോസ്റ്റൽമാർ. പിന്നെ ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്. ഡിസീറ്റ്, ചതി. വചനത്തിൽ ഇല്ലാത്തത് കിട്ടും. ലോകത്തിൽ വലിയവനാകും, അംബാസഡർ, രാജാവ്. ഇത് ഇവിടെ അല്ല ദൈവമക്കളെ, അവിടാണ് ആക്കുന്നത്. ഇവിടെ എൻ്റെ യേശു പോയ വഴിയല്ലേ ഉള്ളൂ. എൻ്റെ യേശു ഒരു അംബാസഡറും ആയില്ല, രാജാവും ആയില്ല, ഒരു പണക്കാരനും ആയില്ല, ഒരു കോടീശ്വരനും ആയില്ല. ഇവിടെ യേശു ആയോ? ഈ യേശു ഇരിക്കുന്നിടത്താണോ ചെല്ലുന്നത്, അതോ വേറെ വല്ലയിടത്തോ? ലൂസിഫർ ഇരിക്കുന്നിടത്താണോ? ഈ അപ്പോസ്തോലനായോ? അപ്പോസ്തോലൻ രാജാവ് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു VIP ആയിരുന്നു. എൻ്റെ യേശു ലോകത്തിൽ വന്നപ്പോൾ ജീവിച്ചതിനേക്കാൾ രാജകീയമായിട്ട് ജീവിച്ചതാണ് പൗലോസ് അപ്പോസ്തോലൻ. താൻ അതെല്ലാം എന്ത് ചെയ്യുന്നു? യേശുവിന് വേണ്ടി ചപ്പും ചവറുമായിട്ട് എണ്ണിയപ്പോഴാണ് ദൈവം തനിക്ക് എന്ത് കൊടുത്തത്? വെളിപ്പാടുകൾ. വീണ്ടും വിട്ടുകൊടുത്തപ്പോഴാണ് വെളിപ്പാടുകൾ കൊടുത്തത്. വീണ്ടും ലാഭമായതുള്ളത് ഛേദമെന്ന് വെച്ചപ്പോഴാണ് വീണ്ടും വെളിപ്പാടിൻ്റെ ആഴങ്ങൾ കൊടുത്തത്. വെളിപ്പാട് കിട്ടണോ? കർത്താവിന് വേണ്ടി ജീവിക്കണോ? കർത്താവ് പറയുന്നതെല്ലാം അതുപോലെ അനുസരിച്ച് സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണമില്ലേ? അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന കള്ള അപ്പോസ്തലന്മാർ, ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്, കപടവേലക്കാർ, അവര് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ച് അന്നേ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഈ ടൈപ്പ്. അത് ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് എന്തുമല്ല, ആശ്ചര്യവുമല്ല. ഈ അപ്പോസ്തലന്മാരെ കമ്പയർ ചെയ്തിരിക്കുന്ന ആരുമായിട്ടാ? സാത്താനുമായിട്ട്. സാത്താൻ്റെ വേലക്കാരാ.
പറയുന്ന യേശുവിനെ അവർ ഒരിക്കൽ കാലത്ത് ആത്മാവിൽ തുടങ്ങിയത് അനുസരണക്കേട് കൊണ്ടും ദ്രവ്യാഗ്രഹം കൊണ്ടും മനുഷ്യനെ സന്തോഷിപ്പിക്കുവാൻ ദൈവം തന്ന ആലോചന പൗലോസിനെ പോലും പറയാതെ മനുഷ്യരെ സന്തോഷിപ്പിച്ച് അവസാനം പ്രവാചകന്മാരാണെങ്കിലും ഉപദേഷ്ടാക്കന്മാരാണെങ്കിലും അവർ കള്ള അപ്പോസ്തലന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും കള്ള പ്രവാചകന്മാരും ആയിപ്പോയതാ. ഇപ്പം എൻ്റെ മേൽ പരിശുദ്ധാത്മ വിട്ടുപോയാൽ ഞാനും ആരായിത്തീരും? കള്ള അപ്പോസ്തലനും കള്ള ഉപദേഷ്ടാവും കള്ള പ്രവാചകനും ആയിപ്പോവും. എൻ്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആകാതിരിപ്പാൻ നിങ്ങളെന്നും പ്രാർത്ഥിച്ചുകൊള്ളേ. ഞാനും മനുഷ്യനാണ്. അങ്ങനെ ആകാതിരിപ്പാൻ എന്നും പ്രാർത്ഥിക്കണം. അന്യോന്യോർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു സത്യത്തിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ ആ സത്യത്തിൻ്റെ ആഴത്തിലേക്കേ പോകാവൂ, പുറമോട്ട് പോകല്ല. ലോകത്തെ സ്നേഹിക്കാൻ പോകല്ല. ഇവിടെ കൊരിന്തിയിലെ സഭയ്ക്ക് വന്ന ക്ഷീണം ഓരോന്ന് പറഞ്ഞിട്ട് 2 വാക്യം കൂടി ഞാനൊന്ന് ഓർപ്പിച്ച് അടുത്ത ആഴ്ച നമുക്ക് ബാക്കി ചിന്തിക്കാം. പൗലോസ് പിന്നെയും പറയുക, എന്നിട്ട് 6-ാമത്തെ വാക്യം, ദൈവം തനിക്ക് തന്നിരിക്കുന്ന അധികാരത്തോടുകൂടിയാണ് താൻ അത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് 6-ാമത്തെ വാക്യം. ഇതൊക്കെ ആരാണ് പറഞ്ഞത്? തനിക്ക് വാക്സാമർത്ഥ്യം ഇല്ലെന്നും പരിജ്ഞാനം ഇല്ലെന്നും ഒക്കെ ആരാ പറഞ്ഞത്? കൊരിന്തിലെ സഭ തന്നെപ്പറ്റി പറഞ്ഞത് ഒന്നി പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ പലരിലാൽ തൻ്റെ ചെവിയിൽ എത്തിയതിൻ്റെ മറുപടിയാണ്. ഈ ലേഖനം മുഴുവനും അങ്ങനെയാണല്ലോ. അവരുടെ ക്വസ്റ്റ്യൻസ്, അവരുടെ ചിന്ത, അവരുടെ വിചാരങ്ങൾക്ക് മറുപടിയാണ് എഴുതുന്നത്. അപ്പോലോസ് നല്ല വാഗ്മിയായിരുന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നല്ല ആ വാഗ്മി എന്നുള്ളൊരു രീതിയിൽ എഴുതിയിരിക്കുന്നത് അപ്പോലോസിനെ പറ്റിയാണ്, ആദ്യകാല ദൈവദാസന്മാരെ പറ്റി. അപ്പോൾ ഞാൻ വലിയ വാക്സാമർത്ഥ്യമുള്ളവനൊന്നുമല്ല. പൗലോസ് ഉള്ളതുപോലെ അങ്ങ് പറയും. പത്രോസും ഒക്കെ അങ്ങനെയായിരുന്നു. യോഹന്നാൻ ആയിരിക്കും കുറച്ചുകൂടി ചിലപ്പം എന്തോ. പൗലോസ് നല്ലപോലെ ഉള്ളതങ്ങ് നമ്മൾ പറയുമല്ലോ, മുറിച്ച് കീറി ഉപ്പും മുളകും ഒക്കെ തേക്കും എന്ന് പറയുമല്ലോ. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. നീ നന്നായില്ല, നീ നരകത്തിൽ പോകും. മാനസാന്തരപ്പെട്ടാലേ പറ്റും, സമർപ്പിച്ചാലേ പറ്റും, അല്ല ദൈവത്തിനെ അടി വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഓരോ ദേവദാസന്മാർ പണ്ടൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴത്തെ ദേവദാസന്മാർക്ക് അത് പറയുവാൻ പറ്റുന്നില്ല. കാര്യം ഒന്നി ഇവിടുന്ന് ചാടി അപ്പുറത്തോട്ട് പോകും, അല്ല അപ്പുറത്തും ചാടി ഇപ്പുറത്തോട്ട് പോകും. ഇത് മേടിച്ച് ഒരു കുറച്ച് സഭയുണ്ടെങ്കിലല്ലേ ഒരു ദൈവദാസനാകത്തുള്ളൂ, ഒരിടയനാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മേടിച്ച് എന്ത് ചെയ്യുന്നില്ല, പല കാര്യങ്ങൾ ചിന്തിച്ച് ഇപ്പം കുറച്ചുകൂടെ പൊളൈറ്റ് ആകണമെന്നോ ഡിപ്ലോമാറ്റിക് ആകണമെന്നോ ഇങ്ങനെ ഒത്തിരി ഡിപ്ലോമാറ്റിക്കായി അവസാനം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതായി പോകല്ലേ. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുക, ഞാൻ വാക്സാമർത്ഥ്യവനുള്ളവനൊന്നും അല്ല, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുള്ളതുകൊണ്ട് ഞാൻ ആരാണ്? പരിജ്ഞാനമുള്ളവനാണ്. 7 ഒന്ന് വായിച്ചോ. പല കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ അടുത്ത ആഴ്ച നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഇവർ തന്നെപ്പറ്റി പറഞ്ഞ കംപ്ലൈൻറ്റാണ്. നിങ്ങളുടെ സപ്പോർട്ട് അല്ലെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതും നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാതും താൻ തന്നെ ജോലി ചെയ്താണ് താൻ കൊരിന്തിലായിരുന്ന സമയത്ത്. കാര്യം ഓരോ ദേശത്തെ ആൾക്കാരല്ലേ, ചില സ്ഥലത്ത് താൻ വാങ്ങിച്ചിട്ടുണ്ട്. മക്കതോനിയ സഭയിൽ നിന്ന് പോലും അവരുടെ ഇല്ലായ്മയിൽ കൊടുത്തത് എന്ത് ചെയ്തു? പൗലോസ് വാങ്ങിച്ചു. അത് തീർച്ചയായിട്ടും അവരുടെ സുവിശേഷ ടീമിനും അത് പിന്നെ യെരുശലേം പോലുള്ള ക്ഷീണമുള്ള സഭയ്ക്കൊക്കെ താൻ കൊടുത്തു. അക്കായിലെ സഭയിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ കൊരിന്തിലെ സഭയിൽ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ പറയുന്ന ലേഖനത്തിനകത്ത്? പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വീണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ നിങ്ങളിൽ നിന്ന് ഒന്നും വാങ്ങിക്കാതെ നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷ നിങ്ങൾ അറിയുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആ വചനവും അതുപോലെ നിങ്ങളോട് പറയാൻ പറ്റുന്നത്. കാര്യം പിന്നെ നിങ്ങൾ എന്തുവാണ് നിങ്ങളുടെ മോട്ടിച്ചു എന്ന് പറയുന്നത്? പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ സഭയിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ മറ്റുള്ള സഭയ്ക്ക് കൊടുത്തെങ്കിൽ അത് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ പിന്നീട് ഈ വാക്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് 9ഉം 10ഉം ഇത് 7 തൊട്ട് 10 വരെ ഒറ്റ കാര്യത്തെപ്പറ്റി അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മറ്റുള്ള സഭകൾക്ക് വേണ്ടി വാങ്ങിച്ചെങ്കിൽ അത് ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി. കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. തീത്തോസിനെയും തിമോത്തിയോസിനെയും ഒക്കെ അതിനെ ആ കാര്യത്തിന് വേണ്ടി ഏൽപ്പിച്ചപ്പോൾ അവരിരുവോടുകൂടി ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നവൻ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിരിക്കണം എന്നുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചെയ്തത്. അപ്പോൾ അതൊരു ശുശ്രൂഷയായിട്ട് ദൈവം ചെയ്ത് 8-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഐ ഡിഡ് നോട്ട് റോബ് അതർ ചേർച്ചസ്. ഞാൻ ആരെയും റോബ് ചെയ്തിട്ടില്ല, കവർന്നിട്ടില്ല, ആരുടെയും വാങ്ങിച്ചിട്ടില്ല. നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ആയിരുന്ന കാലം മുഴുവൻ നിങ്ങൾക്ക് അറിയാമല്ലോ. വേറെ തൻ്റെ പഠിത്തം അനുസരിച്ച് താൻ അവിടെ കളക്ടറൊന്നും അല്ലായിരുന്നു, മേയറൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഭരണാധികാരിയൊന്നും അല്ലായിരുന്നു. താൻ ആകേണ്ടത് തൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അല്ലെങ്കിൽ തൻ്റെ പഠിത്തം അനുസരിച്ച്. താൻ അവിടെ ഗമാലിയലിൻ്റെ പാത, അപ്പോൾ താൻ അങ്ങനൊരു ന്യായപ്രമാണ പണ്ഡിതനോ ടീച്ചറോ ഒന്നും അല്ലായിരുന്നു.
താൻ എന്തോ ചെയ്ത് അവിടുത്തെ സാധാരണ ആൾക്കാർ സീസണൽ ജോലി എന്ന് പറയും. പണ്ടൊക്കെ അങ്ങനെയാണ്, ഇപ്പോഴും നമുക്ക് ജോലിയുള്ള. പണ്ടൊക്കെ ഒരു നാട്ടിൽ എങ്ങനെയാണ്, നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ഇപ്പോഴും അങ്ങനെയാണ്, സീസണൽ ജോലിയുണ്ട്. ആ സമയത്തെ സീസണിൻ്റെ കൃഷി എന്തുവാ, അല്ലെങ്കിൽ ആ കാലാവസ്ഥ എന്തുവാ, അതിന് പറ്റിയ സീസണൽ ജോലി. ഇപ്പം കുടക്കച്ചവടമൊന്നുമില്ല, മഴ തുടങ്ങട്ടെ എന്ത് തുടങ്ങും, റോട്ടിലെല്ലാം നമുക്ക് കാണാം വടക്കിൻ്റെയിൽ നിന്ന് വരും സ്റ്റോക്കെല്ലാം കുട. ആ കുടക്കച്ചവടം ഇവിടെ നിന്ന് അസംബിളൊക്കെ ചെയ്ത് അവിടെ വന്ന് കൊണ്ട് വെക്കുന്ന, ഈ ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് പാർട്സൊക്കെ വന്ന് ഇവിടെ അസംബിൾ ചെയ്ത് കൊണ്ട് വെക്കുന്ന റോഡ് സൈഡിലെ കുടകളുണ്ട്. അതിനൊക്കെ 100 രൂപ, 120, 150 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ കുടകൾ എപ്പം മാത്രമേ കാണത്തുള്ളൂ, മഴക്കാലത്ത് മാത്രമേ കാണത്തുള്ളൂ. റെയിൻ കോട്ട് കച്ചവടം, കുടക്കച്ചവടം എന്ന് പറയുന്ന ഒരു സീസണൽ ജോലിയുണ്ട്. പൗലോസ് എന്തും ആ സമയത്തെ ജോലികൾ ചെയ്തിട്ടാണ് താൻ ഇത്രയും വർഷം, 3 വർഷമോ അല്ലെ എൻ്റെ മേൽ ഈ കൊരിന്ത് ദേശത്ത് നിന്ന് താൻ പ്രവേശിച്ചത്. അതൊക്കെ നിങ്ങൾ അറിയാമല്ലോ. അപ്പം ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ ഒരു അധ്യായം തുടക്കം തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഞാൻ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. തന്നെ ഒന്ന് സമാധാനത്തോടുകൂടി ശുശ്രൂഷിപ്പിക്കത്തില്ല. താൻ ഈ അധ്യായത്തിൻ്റെ അകത്തെല്ലാം പകുതി സമയം ഇവർ തന്നെപ്പറ്റി പറഞ്ഞതും കർത്താവിനെ പറ്റി പറഞ്ഞതും ഈ സുവിശേഷത്തെ പറ്റി പറഞ്ഞത്, ഈ ക്രൂശിൻ്റെ വചനത്തെപ്പറ്റി പറഞ്ഞ അവരുടെ കമൻസ് ഉണ്ടല്ലോ, അവരുടെ റിബൽ കമൻസ്, അതിന് മറുപടി പറയുമായിരുന്നു താൻ. ഇവിടെ എല്ലാം താനൊന്ന് സ്വസ്ഥതയോടുത്തി താൻ ആദ്യം ഇവരെ ഒന്ന് ശരിയാക്കണം. ഏതൊരു ദൈവദാസനും നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ സഭയിലാണെങ്കിലും ഒത്തിരി ഇഷ്യൂസ് വരുമ്പോൾ എനിക്ക് ഇവിടുന്ന് സമാധാനത്തോട് വചനം പ്രസംഗിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ആ ഇഷ്യൂസ് എല്ലാം അത് ഉണ്ടാക്കുന്ന ആരൊക്കെയാണ് അത് ചേർത്ത്. ദേവദാസന്മാരെ ഞങ്ങൾക്കറിയാം, പല സഭകളൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെയൊക്കെ എന്തൊക്കെ ഇഷ്യൂസായിരുന്നു. വിശ്വാസികൾ തമ്മിലാണുള്ള ഇഷ്യൂസ് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ എന്ത് എളുപ്പമാണ്. ഞങ്ങളൊക്കെ പല വിഷയത്തിനും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ടുണ്ട്. ദൈവദാസന്മാർ തമ്മിൽ കോർത്താൽ എന്ത് ചെയ്യും? ആ വാഗ്വാദം, ഭയങ്കര ഷൗട്ടിങ്, അല്ല പിണങ്ങിപ്പോകൽ, എന്തൊക്കെ വിഷയങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവസാനം എന്ത് ചെയ്തത്, എല്ലാ സഭയും അങ്ങ് ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് ദൈവം ഏൽപ്പിച്ച് ഒരു കൂട്ടത്തിൻ്റെ കാര്യം പിന്നെ ചെയ്താൽ മതിയല്ലോ. എന്ത് സമാധാനമുണ്ട്. ഇവിടെ കൊരിന്ത് സഭയോട് കർത്താവ് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഈ 2 ലേഖനം എഴുതിയത്. അല്ലാതെ അവരെ ഒന്ന് നന്നാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊന്നും പൗലോസ് ചിന്തിച്ചതല്ല. കർത്താവ് ഏൽപ്പിച്ചത്, അവരെ ഒത്തിരി സ്നേഹിക്കുന്നു. ഇസ്രായേലിനോട് ഒത്തിരി എഴുതിയ അല്ലല്ലോ ലേഖനങ്ങൾ, അല്ലെങ്കിൽ പ്രവാചകന്മാർ ഒത്തിരി പേര്, എരമ്യാവും യെശയ്യാവും എഹെസ്കേലും ഒക്കെ ഇസ്രായേലിനെ പറ്റി പറഞ്ഞ പോലെ കർത്താവ് ഇസ്രായേൽ കർത്താവിൻ്റെ ആദ്യത്തെ സ്നേഹമാണ്, ഫസ്റ്റ് ലവാണ്. ഒത്തിരി അവരെ സ്നേഹിക്കുന്നു. ഇനിയും നമ്മളെ സഭയെ എടുത്തിട്ട് വീണ്ടും ഒരു 7 വർഷം കൂടെ അവർക്ക് കൊടുക്കുന്ന അവസരമുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒത്തിരി കർത്താവ് സ്നേഹിക്കുന്ന ഒരു സഭയാണ് കൊരിന്തിലെ സഭ. ഈ കൊച്ചിയിലെ സഭയിൽ നമ്മളെ കർത്താവ് ഒത്തിരി വിശ്വാസമുണ്ടോ? പ്രൈസ് ലോർഡ്. ഹാൽ നമ്മളെ പ്രത്യേകതയോടുകൂടി കർത്താവ് കണ്ടിട്ട് പ്രത്യേക വിളിയാൽ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ നമ്മളെ കർത്താവ് പിശാചിനോട് ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും യുദ്ധം ചെയ്യുന്ന വീരന്മാരാക്കി തീർക്കും. വിശുദ്ധിയിൽ നമ്മളെ വളർത്തും, ആത്മാവിൽ നമ്മളെ വളർത്തും, കൃപയിലും കൃപാവരങ്ങളും നമ്മളെ വളർത്തും. അതിനുവേണ്ടിയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങേണ്ടത്. എന്തുവേണ്ടി സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മളെ ആ ഒരു ദൈവത്തിൻ്റെ പണിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു പൂർണ്ണ അനുസരണത്തിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജഡം പോലും ഇടയ്ക്ക് റിബലായി തീരാതെ കർത്താവ് എന്തു പറഞ്ഞാലും അത് കേൾക്കുവാൻ ഒരു പൂർണ്ണ അനുസരണത്തിനായിട്ട്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു ഈ 11-ാം അധ്യായം, 10-ാം അധ്യായം, 9-ാം അധ്യായം, 8-ാം അധ്യായം ഒക്കെ ഇവിടെ അവർ റിബലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആദ്യം എന്തെങ്കിലും ഒരു സ്വർഗീയ കാഴ്ചപ്പാട് പറയണമെങ്കിൽ ആദ്യം അവരെ ഒന്ന് ശാന്തമാക്കുക. പിശാച് എപ്പോഴും ചെയ്യുന്ന പദ്ധതിയാണ്. സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മളൊന്ന് ശാന്തമായിട്ടിരുന്നാൽ ഇപ്പോഴായിരിക്കുന്ന ആത്മീയ അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് വളരാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുഴച്ചിൽ കൊണ്ട് പൊതയുന്ന അവസ്ഥ വന്നാൽ ആദ്യം ആ പൊതഞ്ഞിരിക്കുന്ന ടയർ എന്ത് ചെയ്യണം, ആ ചള്ളക്കകത്തുനിന്ന് കുഴിക്കകത്തുനിന്ന് ഒന്ന് ഇറക്കി പൊക്കിയെടുത്ത് റോട്ടിൽ വെച്ചാലേ പിന്നെ വണ്ടി മുമ്പോട്ട് ഓടത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ കിടന്ന് എത്ര കാല് കൊടുത്താൽ അവിടെ കിടന്ന് താഴും നല്ലാതെ. അപ്പം നമ്മൾ ഓരോരോ വിഷയത്തിലിട്ട് കുഴച്ച് പിശാച് തന്നെ ചില കാര്യത്തിൽ നമ്മളെ തള്ളിയിട്ടിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും. സാംസ കണ്ടില്ലേ, നിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇതാണ് സാത്താൻ്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് കൊരിന്തിയ സഭയെ ഞാൻ പറഞ്ഞു, 2-ാമത്തെ ലേഖനമായി അവസാനത്തെ അധ്യായങ്ങളായിട്ടും അവരങ്ങോട്ട് ദൈവസന്ധിയിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ കഴിയുന്നില്ല. അത് നിങ്ങളുടെ ശിക്ഷയ്ക്കാ, നാശത്തിനാ എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് സ്നേഹത്തോടുകൂടി താൻ പറയുന്നത്. ഞാൻ ആ കർത്താവിൻ്റെ എരിവോടുകൂടിയാണ് പറയുന്നത്, നിങ്ങളെ കർത്താവുമായിട്ടൊരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കും, ഒരു നിർമ്മല കന്യകയായിട്ട് നിങ്ങൾ നിൽക്കുവാൻ. നിർമ്മല കന്യക എന്ന് പറയുവാൻ കാരണം എന്നാ? ലോകത്തെ സ്നേഹിക്കാത്ത, യേശുവിനെ അല്ലാതെ നമ്മൾ വേറെ ആരെ സ്നേഹിച്ചാൽ, എന്നൊന്നുകൂടെ ലിസ്റ്റ് പറയട്ടെ, നമുക്ക് പെട്ടെന്ന് സ്നേഹം വരുന്ന ലിസ്റ്റാണ്. കുടുംബം, ജോലി, ബിസിനസ്,
കുഞ്ഞുങ്ങൾ, പേരൻസ്, സഹോദരങ്ങൾ, നമ്മുടെ സ്വയം, എന്നെ തന്നെ. അതാണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ്. എന്തുവാ? നമ്മളാരും സമ്മതിക്കത്തില്ലെന്നുള്ള, നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ബാക്കി ആരെയും സ്നേഹിക്കത്തും. അത് കുറച്ചുകൂടി പ്രായമാകുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴും ഒക്കെയാണ് നമ്മളോടുള്ള സ്നേഹം ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ അറിയുന്നത്. ഇതെല്ലാം താൽക്കാലികമാണ്. യേശുവിനോടുള്ള സ്നേഹം ദൈവമക്കളെ, ഹല്ലേലൂയ, ആ കാഴ്ചപ്പാട് പോകാതിരിപ്പോൾ, കൊരിന്തിന് പറ്റിയ പോലും നമുക്ക് നമ്മുടെ സഭയ്ക്ക് പറ്റാതിരിപ്പാൻ കൃപയോടുകൂടി കാത്ത് സൂക്ഷിക്കാം. ഇവിടെ താഴോട്ട് പറയുന്നില്ലേ, തെറ്റിച്ച് പോകുന്ന ദൈവദാസന്മാർ, തെറ്റിച്ച് കളയുന്ന വചനം സാത്താൻ്റെ സ്ഥിരം നമ്പറാണ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ സാത്താൻ ഉപയോഗിച്ച നമ്പറാണ്. അപ്പോസ്തലൻ പറയുക, ആ കള്ള അപ്പോസ്തലന്മാർ, ഉപായം പ്രവർത്തിക്കുന്ന ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്, സൂക്ഷിച്ചു കൊള്ളുവീൻ അവരെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രസംഗത്തിനും ആമേൻ പറയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലായിക്കൊണ്ട് കർത്താവ് സംസാരിക്കട്ടെ, നമ്മളോട് നേരിട്ട് സംസാരിക്കട്ടെ, ആഴത്തിൽ സംസാരിക്കട്ടെ. എന്ത് സംസാരിച്ചാലും ആ വിഷയത്തിന് വേണ്ടി തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ മാത്രമേ ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ. കാഴ്ചപ്പാടിലും തീരുമാനങ്ങളിലും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തുണ്ടാകണം? ഭൗമിക വളർച്ചയെപ്പറ്റിയല്ല ഞാനീ പറയുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളർച്ച ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ നീതിയും നന്മയും ഒക്കെ എല്ലാ ജീവിതത്തിലും നമ്മുടെ ആവശ്യങ്ങളിൽ കാണുവാൻ കഴിയും. അതിൽ കൂടുതൽ എന്ത് വേണം ദൈവമക്കളെ? കറക്റ്റ് സമയത്ത് കർത്താവ് കരുതുന്നവനാണെന്ന് എത്ര പ്രാവശ്യം നമ്മളെ ദൈവം മനസ്സിലാക്കിയതാണ്. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. വചനത്തിനുള്ളിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.